പുറമേ നിന്ന് നോക്കുന്നവർക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഞാൻ പറയുന്നു, ഞാനാന്നേ ഈ പറയുന്നേ, വേറെ ആരുമല്ല. ഇനി അതേ പിടിച്ച് കയറാൻ നിൽക്കണ്ട. ഇത് ഞാൻ 10-12 പേരെ ഞാൻ ഇവിടെ പോറ്റുന്നുണ്ട്. എന്താ കാരണം? ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ. പിന്നെ ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം എന്തറിയോ? ഞാൻ വെറും ഭിക്ഷക്കാരനല്ല. എൻ്റെ ഒരു മുത്തച്ഛൻ വലിയ ഭിക്ഷക്കാരനായിരുന്നു. പ്രേം എന്നാണ് പേര്. പ്രേം കേട്ടിട്ടുണ്ടായിരിക്കല്ലോ, പ്രേമ പിച്ചുക്കി, പ്രേമ പിച്ചുക്കി. അത് എൻ്റെ മുത്തച്ഛനാ. മുത്തച്ഛനെ പറ്റി പാട്ട് വരെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് പാടുപെട്ടോ ഒരു 10 രൂപ നമ്മൾ പിച്ച ചോദിക്കുന്നേ. 10 രൂപ തന്നിട്ട് അവൻ്റെ മുഖം കണ്ടാലോ നമ്മൾ കളം ചോദിച്ച പോലെ. 10 രൂപ എൻ്റെ പണല്ലേ അടിക്കുന്നു. ഹലോ ഹലോ, ആരാ? ഞാൻ ജോസാ സാറേ. ജോസ് ആരാണ്? ഞാനാണ് സാർ ജോസ്. നീ ജോസ് ആണ്? നീ അല്ല, ആരാണ് ജോസ്? ഞാനാണ് സാർ ജോസ്. ഓക്കെ ജോസ്, എന്താണ് കാര്യം പറയൂ. സാറേ, ഞാൻ ഇന്നാളെ വിളിച്ചായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞ് സാറ് വിളിക്കാൻ പറഞ്ഞായിരുന്നു. എന്താണ് കാര്യം? എന്താണ്? അവിടെ ചേരാനേ. ഓ, ചേരാനുള്ള ആളാണോ? ചേരാനല്ലൂരല്ല, നോർത്ത് പറവൂര്. ചേരാനല്ലൂരല്ലെന്ന്, ചേരാനുള്ള ആള് ആണോ? ഞാൻ അവിടെ ചേരാൻ ഉള്ള ആള് ആണ് സാർ. ഓഹോ, അപ്പൊ ഞാനേ ഒരു നമ്മുടെ ഒരു ഈശ്വര പ്രാർത്ഥന പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. 4 ലൈനല്ലേ ഉള്ളായിരുന്നോ? 10 എണ്ണമായിരുന്നു, 6 എണ്ണം അവള് പോക്കി. അതല്ല, നിങ്ങളുടെ ലൈനിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് 4 ലൈനില്ല. 4 ഉള്ളൂ. ആ 4 ലൈൻ പഠിച്ചു വെച്ചോ? അത് പഠിച്ചു. അപ്പൊ ഇങ്ങ് പോന്നാ മതി. സാറേ, ഞാൻ അങ്ങോട്ട് വരുവാ. എനിക്ക് വഴി അറിയത്തില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്യാം. വണ്ടിക്കൂലിക്ക് കാശില്ലായിരിക്കുമായിരുന്നു. അതല്ലടോ, ഫോണിനകത്ത് നമ്മൾ വഴി ഇടത്തില്ലയോ? അത് ഗൂഗിൾ മാപ്പ്. ഗൂഗിളിനോട് വരും ഞാൻ മാപ്പ് പറയണോ? ഹലോ, ഇപ്പൊ നീ എവിടെ നിക്കുന്നേ? ഞാൻ പൂങ്കാവ് ജംഗ്ഷനിൽ നിൽക്കുവാ. അവിടുന്ന് വലത്ത് പിടി. വലത്തോട്ടോ? വലത്തോട്ട് പിടിച്ചോ. വലത്താ പോയി. ഇച്ചോട് മുമ്പോട്ട് വരുമ്പോഴേ അവിടെ ബോർഡ് ഇരിപ്പുണ്ട്. ഇളക്കിക്കൊണ്ട് വരണോ? ഞാൻ ബോർഡ് ഇളക്കാൻ നിന്നോട് പറഞ്ഞോ? ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഭിക്ഷാടന കേന്ദ്രം 638/90. സാറേ, പൂങ്കാവി ബാറില്ല, കുമ്പഴയാ ബാർ. അതാ അടുത്തതാണോ? അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഇരുന്നാ പോരെ? അവിടെ അങ്ങ് ഇരിക്കാം, വാ. അല്ലെന്നോ? ഓ ശേ, റൂട്ട് മാറ്റാതോ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുവാ. എളുപ്പം വരണം. വന്നേ. ശരി, ഞാൻ വരും. അതെങ്ങനെ ഒരു 10 എണ്ണത്തിനെ ലൈനിൽ വിട്ടിട്ടുണ്ട്. എല്ലാം ഇനി എന്തെല്ലാം വർക്ക് ചെയ്യുന്ന ആരാ? കുഴപ്പമില്ല. ആദ്യം 10 പേര് ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാരെയും ഒരു വീഡിയോ കോൾ ചെയ്ത് ഇവനൊക്കെ എവിടെ നിന്നൊന്നും അറിയണമല്ലോ. അടരായനെടാ പിച്ചച്ചട്ടി നീ തിരിച്ചാ പിടിച്ചേക്കുന്നേ. എടാ തിരിച്ചു പിടിക്കടാ. അങ്ങനെ സത്യ എടാ പിച്ചച്ചട്ടിയിൽ ആരോ കൈയിട്ട് വരുന്നതാ. എടാ ശ്രദ്ധിക്കണത്, നീ ശ്രദ്ധിച്ചേക്ക്. സുമേഷ, നീ ചാക്കിനകത്തല്ല ഇപ്പൊ കിടക്കുന്നത്. ചാക്കിന് വേറെ ഇട്ട് കിടക്കുക. നീ അത് കേറി കിടക്ക, ചാക്കിനകത്ത് കേറി കിടക്കട. പിന്നെ ഒരു 4 മണിയാകുമ്പോ ഒരു ടാറ്റ സുമേ ഞാൻ അവിടെ വരും കളക്ഷൻ എടുക്കാൻ. പൈസ മനസ്സിലായല്ലോ? നല്ലപോലെ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം. ഓക്കെ, ബൈ. എന്തോ കാര്യം? എന്തോ കാര്യം? ഞാൻ മുമ്പേ വിളിച്ചില്ലേ? ജോസാണോ? ഞാൻ എവിടെ കല്യാണത്തിന് പോന്നു? ഇല്ല. പിന്നെ നീ എന്തോ വന്നെന്താണ്? ഞാൻ ഇതിൽ ചേരാൻ വന്ന. ഇങ്ങനോ? ഈ വേഷത്തിലോ? പിച്ചക്കോ? ഇവിടെ പൊട്ട ഇതൊക്കെ ചെളിയാക്കണം. അങ്ങനാണോ? എനിക്ക് കുളിച്ചു. കുളിക്കാൻ പാടില്ല. 3 മാസം മുമ്പ് കുളിക്കാൻ പാടില്ല. മുടിയെടുപ്പ് ചിരിച്ചേ ആണ്. പല്ലും തേച്ചു. ഇതൊന്നും പറ്റത്തില്ല ഇവിടെ. അയ്യോ, അങ്ങനായിരുന്നോ? പിന്നെ നഖം കാണിച്ചു. നഖം ഇവിടെ ഇതൊന്നും നഖം വെട്ടിയേ. ഞാനൊന്ന് സ്ഥാപനത്തിൽ പുതിയതായിട്ട് വരുമല്ലോ സാറേ, അതുകൊണ്ടാ. ചേടാ, ഇതൊന്നും പറ്റത്തില്ല. നീ ജോലിക്കല്ല. നീ അല്ല, പറഞ്ഞു വിടല്ലേ. എന്റെ വീട്ടിൽ അതുപോലത്തെ അവസ്ഥ ആയതുകൊണ്ടാ ഞാൻ വന്നത്. നീ അത് കയറി തൂക്കം നോക്കട്ടെ. കയറിക്കേ, തൂക്കം നോക്കട്ടെ. താഴെ വീടല്ലേ? ഇല്ല, കയറിക്കോ. 60 കിലോയോ? കൊള്ളത്തില്ലയോ? എടാ 30 മതി നമുക്ക്. ഇത് കുറയ്ക്കണം. നമുക്ക് 30 കിട്ടിയാൽ മതി. അയ്യോ, ഒരു കാര്യം ചെയ്യും, പിന്നെ കാല് വെട്ടി അങ്ങ് മാറ്റാം. ഒരു 6 കിലോ കുറഞ്ഞ അത്രയാട്ടെ. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ ആടി മണ്ണിന്റെ ജന്മി. ആരോരുമില്ലാത്ത തെണ്ടി. അടി. ഈ കാലാണോ കുത്തേണ്ടത്? ഞാൻ 2 ആഴ്ച കൊണ്ട് ഈ കാലല്ലേ കുത്തിക്കോട്ടെ. അത് രായം കുത്തിക്കൊണ്ടിരിക്കുമല്ലയോ? രായന് കൊടുത്തേക്കുന്ന വലത്തേക്കാല്. അതന്നെ നീ എന്റെ മുമ്പിൽ എന്തിനാ അഭിനയിക്കുന്നത്? ചുമ്മാ അവിടുത്തെ ക്യാരക്ടർ പിടിച്ചത്. ഇതൊക്കെ തിരിച്ചു പിടിക്കടാ. തിരിച്ചു പിടിച്ചു പൈസ നീ താമസം എന്താണ്? താമസിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുത്തോട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കൈ നീട്ടം പുള്ളിയുടെ 100 രൂപയുള്ളൂ. കടയിൽ നിന്ന് ചേഞ്ച് മാറിയിട്ട് തരാമെന്ന് പറഞ്ഞു. എന്നെ ആ കടയാവുന്ന കട മൊത്തം
കൊണ്ട് നടന്നു. കിട്ടിയ പൈസ എവിടെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഒരു 50 രൂപ ഇരിപ്പുണ്ടല്ലോ, ഉണ്ട്. ഞാൻ അതും വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു 150 രൂപക്കി ഞാനൊരു കടയിൽ നിന്ന് കാപ്പി അങ്ങ് വയറ് നിറച്ച് അങ്ങ് വാങ്ങിച്ചു. പുള്ളിക്ക് വാങ്ങിച്ചു കൊടുത്തു. പുള്ളിക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വേറൊരു കാര്യം, എന്തുവാ? നമ്മുടെ ആ സജിയുടെ കടയില്ലേ ചായക്കട, ചായക്കട. അവിടെ ഒരു 25 രൂപ കൊടുക്കാനുണ്ട്. എന്തായാലും പുള്ളിക്ക് വണ്ടിക്കൂലി ഇല്ലായിരുന്നു പോവാൻ. ആ പൈസ നീ മേടിച്ചു കൊടുത്തോ? ഇത് നഷ്ടമാണല്ലോ. ഇത് നഷ്ടം തന്നെ നഷ്ടം. പിന്നെ നമ്മുടെ ഇവിടുത്തെ പിച്ചക്കാരി താരയില്ലേ, താര, അവളെ എനിക്ക് കെട്ടിച്ചേർന്നു. പിച്ചക്കാരി താരയെ നിനക്ക് കെട്ടിച്ചു തരാനോ? നീ അവളെ എങ്ങനെ പോറ്റും? ഞാൻ പിച്ച എടുത്തിട്ടാലും ഞാൻ അവളെ പോറ്റും. അത് ശരി. നീ ഇവിടെ സർക്കാർ ജോലിയാണോ ചെയ്യുന്നേ? പഴയ താരല്ലേ ഇപ്പൊ പുതിയ താര? അപ്പൊ പുതിയ താര, പഴയ താര പുതിയ താര എന്നല്ല പറഞ്ഞേ. പഴയ താരയല്ല ഇപ്പോഴത്തെ ഈ പുതിയ താര. അതാരാ ഈ താര? ഈ താര അതാ ഇപ്പൊ പാര. പോരാ ചേട്ടാ, ഇതായി പറഞ്ഞത് ഇവന് എന്തോ ഒരു കേസ് കെട്ടിന് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ പുള്ളിക്ക്? പുള്ളിക്ക് അത് നീ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേന് ഇവന് ഇവിടുത്തെ നടത്തിപ്പ് മൊത്തം ഇവനെ പറഞ്ഞ് പഠിപ്പിക്കണം. തീർച്ചയായും. ഓക്കെ, ആശാൻ പോയിട്ട് വാ. കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആശാൻ. ഇതൊന്ന് പിടിച്ചാട്ട് ഐശ്വര്യമായിട്ട്. വേറൊരു കാര്യം, ഇവിടുത്തെ പിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇവിടെ പിച്ച ക്ലാസ് ഉണ്ടോ? പിച്ച എടാ 1-2 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കണ്ടല്ലോ. നാളെ നേരം വെളുക്കുമ്പോൾ നീ നാട് റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താ? ഒരു ക്ലാസ് 10 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അവസ്ഥ പിച്ച ക്ലാസ് ഇവിടുത്തെ. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാം നിനക്ക്? ഇല്ല. എനിക്ക് നേരത്തെ പെയിന്റിംഗ് ആയിരുന്നു ജോലി. നല്ല പണിയല്ലായിരുന്നോ സാറേ? നല്ല പണിയൊക്കെ തന്നെ, പക്ഷെ പെയിന്റിങ് ചെയ്യുമ്പോ എന്റെ ദേഹത്തെല്ലാം ചാറ് അന്നപ്പം പെയിന്റ് വീഴും. അയ്യോ, വൃത്തികേടാവും. പിന്നെ വൃത്തികേടല്ലേ? പിന്നെ അത് കഴുകി കളയണം, അവിടെ കുത്തിയിരുന്നു, ഭയങ്കര പാടാ. ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയിട്ട് പിച്ചയ്ക്ക് ഇറങ്ങി. സാറിന്റെ കഥ കേട്ടപ്പോഴാ കേട്ടോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തഹസീൽദാറായിട്ടൊരു ജോലി. സൂപ്പർ ജോലിയാണല്ലോ. പിന്നെ സൂപ്പർ ജോലി നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. എടാ, ഒരിടത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാ അത്. അത് നല്ല ജോലിയല്ലേ? അതെന്തോ നല്ല ജോലി എന്ന് പറയുന്നത്. നമ്മക്കാരനെ എങ്ങനെ ഇറങ്ങിയൊക്കെ നടന്ന് ഒരു വീടിയൊക്കെ വലിച്ചൊരു ചായയൊക്കെ കുടിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുന്ന ജോലി ആയിരിക്കണം എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഈ ജോലിയെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ദിവസം കാത്തിരുന്നപ്പോഴാണ് വേറൊരു ജോലിക്ക് എന്നെ വിളിച്ചു. അതെന്തോ ജോലി? ആധാരം എഴുതാൻ. സൂപ്പർ ജോലി. പിന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ സൂപ്പർ ജോലിയാണ്. ഞാൻ അവരോട് ചോദിച്ചു നടന്നോണ്ട് എഴുതാൻ പറ്റുമെന്ന്. അവര് പറഞ്ഞു നടന്നോണ്ട് എഴുതാൻ പറ്റത്തില്ല, ആൾക്കാരെ ഇവിടെ ചെരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. നടന്നോണ്ട് എഴുതാൻ പറ്റുമോ? ആധാരം എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. പൈസ വേണോ? പൈസ വേണം. ഞാനെങ്കിൽ ഇത് കളിച്ച് കയറ്റി. ഞാൻ പറഞ്ഞാ പുള്ളി. നീ ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീ എന്തുവാ പറയുന്നത് ഭിക്ഷയ്ക്ക് വേണ്ടി? വല്ലതും തരണേ. ചുമ്മാ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നിന്റെ ആരാണ്ട് ഇരിപ്പുണ്ടോ ആ വീട്ടില്? ഇല്ല. എടാ ഞാൻ കാണിക്കും. അമ്മ വല്ലതും തരണേ, കാണിച്ചേ. അമ്മ വല്ലതും തരണേ. കയറി വരട്ടെ. വല്ലതും തരണേ. അമ്മ ഈ അടിച്ചെറിയില്ലേ ഇതാ, അതൊന്നും നനക്കിക്കട്ടെ. അങ്ങനെ അതനക്ക് രണ്ടും കൂടെ കിട്ടുമെന്ന്. അത് കിട്ടും. അനക്ക് അമ്മ എലി പുന്നല്ലേ തിന്നുന്ന പോലെ പിടിക്കുന്നത് ഒറ്റടി തരും. അങ്ങനല്ല ചെയ്യുന്നത്. കറക്റ്റായിട്ട് അമ്മ ഇത് മതി, നീ ഇത്രയും പഠിച്ചാൽ മതി, എനിക്ക് വയ്യ കിടന്ന് വായിക്കാൻ. ഞാൻ ആ പിച്ച നാളെ പിച്ചയ്ക്ക് കൊണ്ടുള്ള പിച്ചച്ചട്ടിയൊക്കെ ഒന്ന് തുടച്ചു നോക്കട്ടെ. പുള്ളി വരുമ്പോഴത്തേനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളെ പഠിപ്പിച്ചോ അവനെ പറഞ്ഞു കൊടുത്തോ. കുറച്ച് കാര്യം പറഞ്ഞോ. വലിക്കത്തില്ലേ? അയ്യോ, ഞാൻ വല്ലപ്പോഴും ഒരു ഗോൾഡ് വലിക്കും. അതല്ലെന്ന് ഈ പണിയെടുത്തില്ലേ വലിക്കത്തില്ലേ? അതങ്ങനെ ആയിരിക്കും. വലിക്കൂ? അടിക്കുവോ? എപ്പോഴും ചെറുതറന്നു. അതല്ല, നീ പൈസ തന്നില്ല എന്നെ അടിക്കുവോ? ഞാൻ എന്തിനാ അടിക്കുന്നത്? അപ്പൊ അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന നമുക്ക് അറിയാമല്ലോ. അടിച്ചു ഞാൻ ഇവനറിയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പഠിക്കണം. അപ്പൊ നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങിട്ടെ. റെഡി 1 2 3 4. പിച്ചത്തെണ്ടുവാൻ നാവുകൾ നൽകിനേ, പിച്ച വാങ്ങുവാൻ കൈകളും നൽകിനേ. പിച്ചയില്ലാതെ നഷ്ടമി ജീവിതം, നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ, നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ, നഷ്ടമില്ലാതെ കാക്കണം. ഒന്നാതെ നഷ്ടമാ, അതിന്റെ കൂടെ സമയവും നഷ്ടം. ഇതെന്തോടെ ഒരു കാര്യം പറഞ്ഞാല് സാറേ, ഞാനേ എന്താണ് ഞാൻ ഈ വർക്കിന്റെ കാര്യമൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പീസ് വർക്ക് വന്നു സാറേ. പീസ് വർക്ക് ചെയ്യാൻ ഇതെന്ന് തയ്യക്കടയോ? എടാ, ഇത് അങ്ങനല്ല, ഇത് മണിക്കൂറിനാണ് പൈസ. 110 വെച്ച്. 110 ഞാൻ ഇപ്പൊ 1 മണിക്കൂറിൽ എനിക്ക് 100 രൂപ കിട്ടിയെന്ന് വെച്ചു. അപ്പൊ സാറിന് 10, എനിക്ക് 90 ആണോ? അല്ലല്ല, അതായത് നിനക്ക് 100 രൂപ കിട്ടി. 10 നിനക്കും 100 കമ്പനിക്കും.
ആരാ കമ്പനി? അമ്പിളി. അമ്പിളി ആരാ? എന്റെ കമ്പനി. അല്ല, ഷേ ഞാൻ പറഞ്ഞതല്ല. നിനക്ക് 90 രൂപ കമ്പനിക്കാണ്. ആ അങ്ങനെ. ആ, അത് ശരി. ഊറ്റക്ക് 10 രൂപ വെച്ച്. ഓ, അത് ശരി. അപ്പൊ നിന്റെ ജോലി പോലെ ഇരിക്കും. ആ. മനസ്സിലായില്ലേ? അപ്പൊ ജോലി എനിക്ക് എങ്ങനെ? ഇതെന്താ പറ്റിയേ? അല്ല, പുതിയൊരു അടവ് ഞാൻ എങ്ങനെ ഇട്ടതാ. കേറ്റിയുടെ ഇതിനകത്ത് അറിയത്തില്ല എടുത്ത് കഴിയരുതേ. ഓരോ പണി ഒപ്പിച്ചു. എന്തോ കാണിച്ചു വെക്കുക? ഇന്ന് തണ്ടാൻ പോകണ്ടേ? പോണം. ആ, അതിനുള്ള അടവ് ഞാൻ നോക്കിയതാ. മോനെ മോനെ നീ വാടാ ചെയ്തടാ. എങ്ങനെ? മുമ്പേ പഠിപ്പിച്ചില്ലേ? അതൊന്നും ചെയ്തേ. ഇങ്ങനെ. ആ, കാലെന്നടാ കെറ്റിക്ക് പോട്ടെ. ഇവിടെ അടിപൊളി മോനെ, അടിപൊളി. ആണോ? കീഴടാ, ഞാൻ പറഞ്ഞു ഇതിവൻ ചെയ്യട്ടെ, ഇതിവൻ ചെയ്യട്ടെ. അവിടെ കിടുക്കച്ചട സൂപ്പറാടാ. നീ ഇത് ചെയ്താ മതി. അപ്പൊ എന്നെ എന്താ ചെയ്യും? നിന്നെ ഞാൻ കൊന്നു കളയും. പൊക്കോളാ അവിടുന്ന്. ഇതൊക്കെ എന്ത് വൃത്തിക്ക് അവൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ എന്തോ വടി എടുത്തോണ്ട് പോയി തണ്ടും. നിനക്ക് നിരങ്ങാൻ അറിയാവോ? ഞാനൊരു 7 വർഷം അതായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ നിന്നത്. അതല്ല ചോദിച്ചത്. ട്രെയിനില്ലേ, ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിരങ്ങത്തില്ലേ, ആ, അത് നല്ല അത് സൂപ്പറാണ്. ചെയ്യാവോ? ആ, അത് ഞാൻ- യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ല, ഇല്ല, ചെയ്യില്ല. ഇല്ല. അതൊക്കെ ഇങ്ങനെ തൊട്ട് പൈസ ചോദിക്കാം. എന്തുവാടാ? ഞാൻ പാട്ട് പാടും. പാട്ട് പാടും. പാട്ട് പാടും. പാട്ടുകാരൻ ഇവനാണ് ഇവിടുത്തെ പാട്ടുകാരൻ. ആണോ? പിന്നെ സൂപ്പർ പാട്ട് ഇവന്റെ. എടാ നീ കവലെ പാടുന്ന പഠിക്കടാ. പാടുക, പറ. എടി ജാനകി ജാനകി ജാന ജാനേ കഥന നികാരം ജാനം ജാനാ മോക്ഷ കവാടം ജാനം ജാനാ. ആ, നിർത്തിക്ക. നീ വരി കേട്ടിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ പോടാ അവിടുന്ന്. ജാനകി ജാനേ രാമ. എടാ ഇന്ന് ഈ പാട്ടാ നീ അപ്പൊ ഞാൻ എന്തോ ഇത്ര നാളും പാടിക്കൊണ്ട് നടന്നത്? നീ എവിടെ ഇത് പാടിയത്? ഞാൻ സ്റ്റാൻഡില്. നീ ജീവനോട് ഇരിക്കുന്നല്ലോടാ. ഷോ സാറേ, ഞാൻ ചോദിച്ചതേ, ആ. ഈ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടും? ആ, എന്നോട് പറഞ്ഞായിരുന്നു ഇവൻ, പിള്ളേരെ തട്ടിക്കൊണ്ട് പൈസ കിട്ടും. പിന്നെ കമ്മീഷൻ കിട്ടും നിനക്ക്. കമ്മീഷൻ കിട്ടും? ആ, ഞാൻ പൈസ തരാം. ആമ്പിളാരുണ്ടോ നമുക്ക്? കസ്റ്റഡിയിൽ ആമ്പിളാരുണ്ടോ? പിള്ളേർ, ഞാൻ ഈ പരിപാടിക്ക് ഇങ്ങനെ വരണമെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനാണെങ്കിൽ കുറെ പേടത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ലൊക്കേഷനൊക്കെ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചാ എവിടൊക്കെ ഉണ്ടോ? പിള്ളേരാണ്ട് എൻ്റെ കാണിച്ചാടാ. പിള്ളേർ നല്ല ആമ്പിളാർ വല്ലതും ഉണ്ടോ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാലോ. ഇതെങ്ങനെയുണ്ട് സാറേ? പോരാൻ പോരാ പോട്ടെ. ഇതോ? ആ, അവന് പ്രായപൂർത്തി, അവന് അറിവ് വെച്ചവൻ. അത് അറിവ് വെച്ചില്ല. ഏതാ ഇതോ? ഇവൻ ഇവിടെ ഉണ്ടല്ലോ. വെണ്ണിക്കുളത്തെ പയ്യനല്ലേ ഇത്? ആ, വെള്ളിക്കുളത്ത് രാജാൻ, സിംഡിയുടെ നടത്തുന്ന രാജാന്റെ മോന്. ചേച്ചല്ലേ വന്നതാണോ? രാജാന്റെ മോൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? പിന്നെ കാരണം ഇവനെ ഞാനെന്താ അറിയോ, മേക്കപ്പ് ചെയ്യും നല്ലപോലെ. ആ. അപ്പൊ എന്നിട്ട് ഇവനെ തിരിച്ചറിയത്തില്ല. അവനെങ്ങാണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അവര് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും തിരക്കി വരാൻ പറ്റുന്നു. തിരക്കൊന്നും വരാം. ഞാൻ ഈ ചെറുക്കനെ കൊണ്ട് ആ കടയിൽ ചെന്നു. ഞാൻ പറഞ്ഞ പിടിക്കുന്ന അങ്ങ് പിടിച്ചോട്ടെ എന്ന്. അപ്പൊ അപ്പനെ വേണ്ട അവന്. ഞാൻ അതുപോലല്ലേ അവന് നോക്കുന്നത്. എന്നെ അപ്പനെ പോലെ അവൻ കാണുന്നത്. അപ്പൊ ആ പയ്യൻ അവിടെ നിൽക്കാൻ അവൻ റെഡിയല്ല. അപ്പൊ അവൻ വേറൊരു പറയും, കാര്യമുണ്ട് സാറ്, ഈ പിള്ളേരെ കൊണ്ടുവന്നാലും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നത്. പട്ടിടത്ത് പാല് വേണം പറഞ്ഞ പായസം വെക്കുന്നവനെ പാല് വേണമെന്ന് പായസം കൊടുക്കും. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, ആ. ഈ സിമന്റ് കിടക്കുന്ന നടത്തുന്ന ജോയിച്ചാണെങ്കിൽ എനിക്കൊരു പരാതി തന്നായിരുന്നു. നിനക്കെന്തിനാ പറയാ തന്നെ? ഞാൻ ഈ വെണ്ണിക്കുളത്തല്ലയോ, വെണ്ണിക്കുളത്തെ പോലീസ് സ്റ്റേഷനിലെ CI ആണ്. അപ്പൊ ഈ ചെറുക്കനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് എനിക്കൊരു പരാതി നിന്നൊക്കെ കാരണം ഉണ്ടല്ലോ, അർഹതപ്പെട്ട പിച്ചക്കാർക്ക് പോലും ഒരു മനുഷ്യൻ 10 പൈസ കൊടുക്കത്തില്ല. മനസ്സിലായടാ? എവിടാ എന്തുവാ? ജീപ്പ് പോയി കയറ്.